പ്രിയപ്പെട്ടവരെ, ഗായകരൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് നമ്മൾ സലീം കൊടത്തൂർ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ട്. ആ ഫോട്ടോ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതാണ് നമ്മൾ വരച്ച ഫോട്ടോ. ഈ ഒരു ഫോട്ടോ കൊടുക്കാനാണെന്ന് നമ്മൾ പോണത്. നമ്മളിവിടുന്ന് ഏകദേശം ഒരു 70-80 കിലോമീറ്ററിൻ്റെ ഇടയിൽ ഓടാണ്ട് കേട്ടോ, കോടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഇപ്പം നമ്മളുള്ളത് കുറ്റിപ്പുറം പാലത്തുമ്മലാണ്. ഇന്ന് മൂപ്പരോടെ ഉണ്ടാവുന്ന ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ പോണത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ നാഷണൽ ഹൈവേ കടന്നു പോണ റൂട്ടാണിട്ടത്. നമ്മൾ ഹൈവേൻ്റെ മതിലാണ് ഈ കാണുന്നത്. ഇവിടെ അങ്ങനെ പണി ഒരുപാട് സ്ഥലത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് പണി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നല്ല അടിപൊളി ഒരു റോഡ് തന്നെയാണ് കണ്ടോ. അപ്പോൾ നമ്മളെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളെ സലീം കൊടത്തൂരിനെയും അതുപോലെ ഹന്നാമോളെയും സിനാൻ കൊടത്തൂരിനെയും എല്ലാവരും കാണാമല്ലോ. ഒരു കാലത്ത് നമ്മളെ മലയാളികൾക്കിടയിൽ സലീം കൊടത്തൂരും അതുപോലെ തന്നെ ഷാഫി കൊല്ലൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളൊരു ഓളുണ്ട്. മനസ്സിലുണ്ടൊരു പെണ്ണ്, ഒരു തൊട്ടാൽ വാടും പെണ്ണ്. ഒരു കാലത്ത് ട്രെൻഡായി ഓടിക്കൊണ്ടിരുന്ന ഇതാ ഇപ്പോൾ വീണ്ടും ട്രെൻഡായിട്ടുള്ള എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണൂ. അങ്ങനെ എത്ര സൂപ്പർ ഹിറ്റ് പാട്ടുകളാണുള്ളത്. അങ്ങനെ നമ്മൾ സലീമിക്കാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ. ഇതാണ് മൂപ്പര വീട്. കോടത്തൂർ അങ്ങാടി തന്നെ ഉണ്ട്, ചെറിയൊരു അങ്ങാടിയാണ്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. എവിടേക്കും തിരിയല്ല. നമ്മളെ പുത്തമ്പള്ളിയൊക്കെ അല്ലേ, ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പോയാൽ മതി. അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കണ്ട് വീടിൻ്റെ സിറ്റ് ഔട്ടേക്ക് കയറി. മൂപ്പര് ഇവിടെ ഇല്ല കേട്ടോ, ആള് പുറത്തോടൊക്കെ പോയതാണ്. അകത്ത് മൂപ്പര് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ. മൂപ്പര് വീടിൻ്റെ ഫ്രണ്ട് കൂടെ പോകുന്ന റോഡാണ് കേട്ടോ. ഇത് നേരെ കുറച്ചുകൂടെ പോയാൽ നമുക്ക് പുത്തമ്പള്ളി എത്താം. അപ്പോൾ സലീമൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിട്ടോ. ഇവിടെ കയറുന്ന ഭാഗത്ത് തന്നെ ഇതാ ഒരുപാട് മൊമെൻറ്റോകൾ, പുരസ്കാരങ്ങൾ, വരച്ച ഫോട്ടോകളൊക്കെയാണ് കേട്ടോ. എത്രങ്ങാനും അറിയോ, ഒരുപാടുണ്ട്. ഈ ഫോട്ടോ കണ്ടെങ്കിൽ എന്താ അടിപൊളിയില്ല. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വരക്കണം കണ്ടിന്. ആരെ വരച്ച് എനിക്കറിയില്ല. അടിപൊളിയാക്കണം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിരിക്കണം. ഹന്നാമോളും സലീമിക്ക് നിൽക്കുന്ന ഫോട്ടോ. ഇദ്ദേഹത്തെ ആളുകൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഈ മൊമെൻറ്റോകളും ഈ വരച്ച ഫോട്ടോകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മളെ മെഗാസ്റ്റാർ മമ്മൂക്ക ഹന്നാമോൾക്കൊരു അവാർഡ് കൊടുക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ. എന്താണ്, പോനിക്സ് അവാർഡ്, കൈരളി TV പോനിക്സ് അവാർഡ് കൊടുക്കുന്ന ഫോട്ടോ ആണ്. കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലൊക്കെ ഒരുപാട് വരച്ച ഫോട്ടോ എത്രങ്ങാനോന്നറിയോ. അല്ല അടിപൊളി ഫോട്ടോസ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ ഫോട്ടോ കൊടുക്കാൻ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അത്രയും മനോഹരമായ ഫോട്ടോസാണ് ഇവിടെ ഉള്ളത്. നമ്മളെ ഫോട്ടോ അതിന് മാത്രമൊന്നും വചനക്കൊന്നും ആയിട്ടില്ല. അവിടെ വെക്കാൻ സ്ഥലമായിട്ട് ഇവിടെ താഴത്തൊക്കെ ഇഷ്ടം പോലെ. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു കീബോർഡ് ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇതാ വെക്കാൻ സ്ഥലമില്ലാണ്ട് ഇവിടെ നിന്ന് ജനാലിൻ്റെ ദിമലൊക്കെ വെച്ചേക്കാണ്. ഇവിടെ നമ്മൾ ദിലീപേട്ടൻ്റെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ. അതുപോലെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് മൊമെൻറ്റോകളുണ്ട്, പുരസ്കാരങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആൾ വീട്ടിലേക്ക് എത്തിക്കണേ. ഇന്നിവിടെ ഒരു ചെറിയ കിറ്റ് വിതരണം നടക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ അദ്ദേഹം ഫ്രീ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ഫോട്ടോ കൊടുക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവർ, സലീമിക്ക് അദ്ദേഹം സുഹൃത്തുക്കളോടൊക്കെ വർത്താനം പറഞ്ഞിരിക്കാൻ കേട്ടോ. മൂപ്പര മോനാണ് ഇരിക്കുന്നത്, സിനാൻ കൊടത്തൂർ. സലീമിക്കാനെ പോലെ തന്നെ ഒരു അടിപൊളി സിംഗറാണ് കേട്ടോ നമ്മളെ സിനാനും. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുത്തമ്പള്ളിക്കൊന്ന് പോയി വന്നു കേട്ടോ. അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോകണ്ടാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം എന്താ പറയുക, നമ്മളത് ആഗ്രഹിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് വരച്ച് അത് നമ്മൾ കൊടുത്തപ്പോൾ വല്ലാത്തൊരു സന്തോഷം. പിന്നെ അത് മാത്രമല്ല, സലീംക്ക് ആ ഫോട്ടോ വെച്ചത് അദ്ദേഹത്തിൻ്റെ കയറുന്ന ഭാഗത്ത്, സിറ്റ് ഔട്ടിൽ നിന്ന് കയറുമ്പോണ്ട് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫോട്ടോകളും മൊമെൻറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ആണ് വെച്ചിട്ടുള്ളത്. നമുക്കത് മൂപ്പര് ഹൃദയത്തേക്ക് കയറ്റി വെച്ച മാതിരിയാണ്. അത്രയും സന്തോഷമായി, നമുക്ക് അത്രയും സന്തോഷമായി. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.
അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിൽ തന്നെ പോവാണ്. അപ്പോൾ നമ്മളെ പൊന്നാനിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയും കൂടി ഉണ്ട് കേട്ടോ. അതാരാ വെച്ചാൽ നമ്മളെ ഫൈസൽ പൊന്നാനി. അദ്ദേഹത്തിനൊന്ന് നേരിട്ട് കാണണമെന്ന് ഒരുപാട് കാലമായി ആഗ്രഹിക്കണേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരോട് ഇങ്ങനെ വഴി ചോദിച്ചിങ്ങനെ പോവാണ്. കാണാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അവസാനം നമ്മൾ ഫൈസലിക്കാൻ്റെ വീട് കണ്ടെത്തിട്ടോ. കുറച്ച് സമയം എടുത്തെങ്കിലും കാരണം ഇവിടെയൊക്കെ ഉള്ള ഏരിയയാണ്, ഒരുപാട് റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിനെ കണ്ടു. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരും കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു അടിപൊളി ഫോട്ടോ വരച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അടുത്തൊരു ഫോട്ടോയുമായിട്ട് നമ്മൾ അടുത്തൊരു സെലിബ്രിറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. ആ ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത് വരിക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.